വിക്റ്റിം അല്ല, ഞാൻ സർവൈവറാണെന്നും പറഞ്ഞ് മുഖം ഉയർത്തി തലയുയർത്തിയിട്ട് ആ സ്ത്രീ മുന്നോട്ട് വരികയും സമാനതകളില്ലാത്ത ഒരു ബ്രൂട്ടൽ കേസാണത്. എന്നിട്ട് നമ്മളെല്ലാവരും ഞെട്ടിക്കേണ്ടത് അതായിരുന്നു. സെക്ഷൽ ഹറാസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ പോകുന്നത് എന്തോ പെനിട്രൽ സെക്സ് എന്നുള്ളതാണ്. അല്ല, നിങ്ങളൊരു ഗസ്റ്റർ, നിങ്ങളൊരു ടോണ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, ഇത് എല്ലാം ഹറാസ്മെൻ്റാണ്. ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുള്ള കുട്ടീനെ ഇവിടുത്തെ സമൂഹം ബാലവേശ്യ എന്ന് വിളിക്കുകയും കോടതി തന്നെ കരയാമായിരുന്നില്ല എന്ന് പറയുന്ന ഇത്തരത്തിലുള്ളൊരു റേപ്പ് കൾച്ചർ എന്ന് തന്നെ പറയണം. ഉള്ളൊരു ഇടത്തിലാണ് നമ്മളെ പിള്ളേരുകൾ ഇതൊക്കെ കണ്ട വലുതാണ്. അതാണ് ഞാൻ പറയുന്നത്. ഡർട്ടി ഗെയിം നടക്കുന്ന ഒരിടം കൂടി തന്നെയാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സ്ഥലവും. അതിൻ്റെ എല്ലാ റിഫ്ലക്ഷൻസും ഒരുപാട് മൂലധനങ്ങൾ കൊന്നുകൂടുന്ന ഇൻഡസ്ട്രികളിലൊക്കെ ഉണ്ട്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. പിന്നാലെ അതിലേറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി പലരും രംഗത്ത് വരുന്നു, പല പേരുകളും പുറത്തു വരുന്നു. ഇതോടൊപ്പം തന്നെ പലരുടെയും പല പൊസിഷനുകളിൽ നിന്ന് രാജിയും ഇവിടെ സംഭവിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ജോളി ചെറിയത്താണ്. സ്വാഗതം ചേച്ചി. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളോട് കൂടിയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. അതും ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. പുറത്തു വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു 2-3 ദിവസം വലിയ അനക്കമൊന്നും ഇല്ലാതിരുന്നിട്ട് അതിന് പിന്നാലെ അതിലേറെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി പല നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുമാരും രംഗത്ത് വന്നതോട് കൂടിയിട്ട് തലപ്പത്തിരിക്കുന്ന പല ആൾക്കാരുമാണ് ഇപ്പോൾ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത്. അപ്പം ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ, സഹപ്രവർത്തക എന്ന നിലയിൽ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ മാറ്റങ്ങളുണ്ടല്ലോ, അത് എനിക്ക് പ്രത്യേകിച്ച് ഒരു എന്തെങ്കിലും തരത്തിലുള്ള എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ഇത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഒരാളെന്നുള്ള രീതിയിലും ഈ കേരള സമൂഹത്തിൽ ഇതുവരെ നടന്ന സ്ത്രീ പീഡന കേസുകളായിക്കോട്ടെ, മർഡേഴ്സ് ആയിക്കോട്ടെ, ഇതിനകത്തൊക്കെയുള്ള അതിൻ്റെ കേസിൻ്റെ നാൾവഴികളൊക്കെ നോക്കുമ്പോൾ നീതി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു പ്രശ്നം അപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്, ആ ഹിസ്റ്ററി ഉണ്ട്. അതിൽ തന്നെ സിനിമയിലേക്ക് വരുമ്പോഴും എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ആശങ്കയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രി തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ മലയാളം സിനിമ എന്ന് പറഞ്ഞതിന് 100 വർഷത്തെ പോലും ചരിത്രമില്ല. എന്നിട്ട് ഇപ്പോഴെങ്കിലും സ്ത്രീകൾക്ക് ഇത് പറയാനുള്ള ഒരു മാനസിക ബലം കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതല്ലാതെ ആരെങ്കിലും സ്ഥാനമാനങ്ങൾ പോയോ ഇനിയും അവിടെ വരുന്നത് വളരെ എന്താ പറയുക ഹൈലി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മനുഷ്യരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ളൊരു ജനാധിപത്യ പ്രോസസ്സിലുള്ളൊരു സമൂഹമല്ല നമ്മൾ. സ്ത്രീകളെ കുറിച്ചുള്ള മനോഭാവമായിക്കോട്ടെ അതൊന്നും വലിയ മാറ്റമുള്ളൊരു സമൂഹമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു തുടക്കം കുറിച്ചു. ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ റിപ്പോർട്ട് വരുന്നു. ഹേമ കമ്മിറ്റി എന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള സാഹചര്യം അപ്പോഴും അവിടെ എവിടെയും എത്താതെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് ആലോചിക്കണം, ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമാനതകളില്ലാത്ത ഒരു ബ്രൂട്ടൽ കേസാണത്. എന്നിട്ട് നമ്മളെല്ലാവരും ഞെട്ടിക്കേണ്ടത് അതായിരുന്നു. ഒരു സർവൈവറായിട്ട് ഞാൻ വിക്റ്റിം അല്ല, ഞാൻ സർവൈവറാണെന്നും പറഞ്ഞ് മുഖം ഉയർത്തി തലയുയർത്തിയിട്ട് ആ സ്ത്രീ മുന്നോട്ട് വരികയും ഇത്രമാത്രം കോളിളക്കങ്ങൾക്ക് വഴിവെക്കുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞത് ട്രിഗർ ചെയ്തത് എവിടെ നിന്നാണ്? എന്നിട്ടും ഇൻഡസ്ട്രിയുടെ പൊസിഷൻ എന്തായിരുന്നു, പൊതു സമൂഹത്തിൻ്റെ പൊസിഷൻ എന്തായിരുന്നു? അപ്പം നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ അബ്യൂസേഴ്സ് ആയിരുന്നവർ ആഘോഷിക്കപ്പെടുകയും അവർ വീണ്ടും വിക്ടിം പൊസിഷനിലുള്ള സ്ത്രീകളെ എല്ലാം ബ്ലെയിം ചെയ്ത് സ്ലട്ട് ഷെയിം ചെയ്ത് അതിന് കൂട്ടുനിൽക്കുന്ന ഒരു വലിയ സാമൂഹ്യ ക്രമവും ഒക്കെ നിലനിൽക്കുന്നിടത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു പ്രതീക്ഷയോടുകൂടി നോക്കി കാണാം, അതല്ലാതെ എക്സൈറ്റ്മെന്റ് ഇല്ല. ഇപ്പോൾ അമ്മ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് സ്ഥാനം ഒഴിഞ്ഞതും അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് സ്ഥാനം ഒഴിഞ്ഞതും ഒക്കെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു അതിന് പുറകിൽ. ഇവര് സ്ഥാനം ഒഴിയുമോ ഇല്ലയോ? ഇപ്പം മന്ത്രി തന്നെ പറഞ്ഞത് തെളിവുകളില്ല എങ്കിലേ കേസ് നടപടി എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ വരുമ്പോൾ ഇരകൾക്ക് സത്യത്തിലെ നീതി നിഷേധിക്കപ്പെടുകയില്ല. അവരവരെ സ്വയം ഇഷ്ടപ്രകാരം ഇപ്പോൾ രാജി വെച്ചിട്ടുണ്ടാവുമായിരിക്കാം, പക്ഷേ എങ്കിലും ആ ഒരു നീതി നിഷേധം അവിടെ നടക്കുന്നില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ഞാൻ പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ഒരു നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ നല്ല മാതൃകകൾ കാണിക്കേണ്ടത്. അപ്പം നിർഭാഗ്യവശാലെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ വലിയ പവർ ഗെയിമായി മാറിക്കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഗവൺമെൻറ്റുകളൊക്കെ അവിടെ വന്നേക്കാം. കാരണം നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ ഐഡിയോളജി ഉണ്ട്, രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പം നമുക്കതിൻ്റെ പുറത്ത് അയ്യോ എൻ്റെ ഗവൺമെൻറ് ഞങ്ങളുടെ ഗവൺമെൻറ് എന്നുള്ള അഭിമാനമൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ആ അഭിമാനം ഒരു ജനതയ്ക്ക് ഉണ്ടാവണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ
ഒരു പ്രവർത്തന പദ്ധതികളിൽ അവർ പറയുന്ന ഐഡിയോളജി ഉണ്ടോ, ഇതൊക്കെ തന്നെയാണോ പ്രാക്ടീസ് ചെയ്യണം, അതിലെ വീക്കർ സെക്ഷൻ ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സ്ത്രീകളടങ്ങുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല വീക്കർ സെക്ഷൻ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതൊരു വളരെ ലാർജ് ഫ്രെയിമിൽ വരുന്ന, പക്ഷെ അതിലൊരു ഒപ്രസ്ഡ് വിഭാഗം തന്നെയാണ് സ്ത്രീ എന്ന് പറഞ്ഞൊരു ജെൻഡർ. അപ്പോൾ അവർക്കെല്ലാം ആത്മവിശ്വാസം കൊടുക്കുന്ന, അവരുടെ അഭിമാനം ഉണർത്തുന്ന എന്തെങ്കിലും ഒക്കെയാണോ ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്നും കൂടി നോക്കണം. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് നിരാശയാണ്. കാരണം ഓരോ സമയവും ഈ കമ്മിറ്റി റിപ്പോർട്ട് വരുത്താനുള്ള എഫേർട്ട് എടുക്കേണ്ടി വരുന്നു. ഒരു കമ്മിറ്റി തന്നെ നമ്മൾക്ക് കണ്ണിൽ പൊടിയിടാനാണ് വന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലൊക്കെയാണ് പിന്നീട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെയൊക്കെ പരാമർശങ്ങളുണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്നും ഒന്നല്ല. അപ്പോൾ ഈ എപ്പോഴും പിന്നെ അതിൻ്റെ ഒരു തമാശ എന്ന് വെച്ചാൽ ലൈംഗികത എന്ന് പറഞ്ഞത് ഒരു ഭയങ്കര ക്രിമിനൽ സംഗതിയായിട്ട് ഈ സമൂഹത്തിൽ മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് ഏത് പാർട്ടിക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വെച്ച് ആക്രമിക്കാനുള്ള ഏറ്റവും വലിയ ടൂളാണ്. കാരണം എന്ത് തരത്തിലുള്ള ഇഷ്യൂ വന്നാലും അതിനകത്ത് ഒരു പെൺ കേസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ തന്നെ ഏറ്റവും ഒരു ബദൽ എനർജി ആയിരുന്നു സോളാർ എനർജി. അതൊക്കെ ഇങ്ങനെ അട്ടിമറിഞ്ഞു പോയി വെറും ഒരു ലൈംഗിക പ്രശ്നങ്ങളായിട്ട് ആ ഒരു ഈവൻറ്റ് കംപ്ലീറ്റ് ചുരുങ്ങിപ്പോയി നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ഡർട്ടി ഗെയിം നടക്കുന്ന ഒരിടം കൂടി തന്നെയാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സ്ഥലവും. അതിൻ്റെ എല്ലാ റിഫ്ലക്ഷൻസും ഒരുപാട് മൂലധനങ്ങൾ കൊന്നുകൂടുന്ന ഇൻഡസ്ട്രികളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ അലേർട്ടായിരിക്കുക, നമ്മളുടെ രാഷ്ട്രീയ ശരികൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടിയിട്ട് അലേർട്ടായിട്ടുള്ള മനുഷ്യർ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളൂ. മലയാള സിനിമയിലെ പവർ ഹൗസുകളെ കുറിച്ച്, അതുപോലെ തന്നെ കാസ്റ്റിംഗ് കൗച്ചുകളെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പരാമർശം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും മലയാള സിനിമയ്ക്കകത്ത് ഇല്ല എന്നാണ് ഇപ്പം സിദ്ദിഖായാലും മുകേഷ് ആയാലും നടത്തിയ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ചേച്ചി ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് സിനിമയിലുള്ളതാണ്. ഇപ്പം എത്രത്തോളം കഴമ്പുണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളിൽ? അതേസമയം തന്നെ ശ്വേതാ മേനോൻ പറഞ്ഞൊരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. മലയാള സിനിമയിലെ ഇത്തരത്തിലുള്ള പവർ ഹൗസ് ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഏതാണ്ട് 9ഓളം സിനിമകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയ അനുഭവം അവർ വ്യക്തമാക്കുകയുണ്ടായി. അപ്പം ചേച്ചിക്ക് ഈ ഒരു വിഷയത്തിലുള്ള ഒരു ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം വെച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ ഇതിനൊക്കെ സമീപിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ വന്നിട്ട് ഒരു 7 വർഷം, ഈ 7 വർഷം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാലയളവാണ് സത്യത്തിൽ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പവർ ഹൗസ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പം ഞാൻ അടക്കം ഈ അടുത്ത കാലത്ത് ഈ കൊല്ലം തന്നെ അഭിനയിക്കേണ്ടിയിരുന്ന എനിക്ക് ഡേറ്റ് ഷെഡ്യൂൾ തന്ന 2 സിനിമകളിൽ നിന്ന് തന്നെ ഒഴിവാക്കി. ഇതിനകത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് സംവിധായകൻ്റെ ആഗ്രഹമല്ല, സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആഗ്രഹമല്ല, അതായത് അതിൽ ടെക്നിക്കലി വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആഗ്രഹമല്ല എന്നെ മാറ്റുക എന്നുള്ളത്. പക്ഷേ എന്നെ മാറ്റുന്നു. ഇങ്ങനെ 2 സിനിമകളിൽ എനിക്ക് സംഭവിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു പവർ ഗെയിം ഉണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഞാനൊന്നും എന്ത് ത്രെട്ടാണ്, ഇപ്പോൾ നമുക്കങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു ത്രെട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളല്ല. പക്ഷെ അവർക്ക് ആർക്കെങ്കിലും അതിനകത്ത് ഇഷ്ടക്കുറവ് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റി നിർത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ലൈംഗികമായിട്ട് നമ്മൾ ആക്രമിക്കപ്പെടുമോ അല്ലെങ്കിൽ അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്കൊരു അനുഭവം ഇല്ല എന്ന് പറയാനും പറ്റില്ല. അതായത് ഞാനത് പുറത്ത് വെച്ച് തന്നെ അതേ രീതിയിൽ അതിനെ ഡീൽ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് എല്ലായ്പ്പോഴും നമുക്ക് എല്ലാവരും അത് ചെയ്യണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഫ്രജൈലായിട്ടുള്ള, ഏറ്റവും സാധാരണ രീതിയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കാൻ പറ്റാത്ത ഒരു ഇത് നമ്മളിങ്ങനെ വർക്ക് സ്പേസിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോഴൊക്കെ സ്ത്രീകളിങ്ങനെ പടച്ചട്ട അണിഞ്ഞ് നടങ്ങാൻ പറ്റുമോ? അല്ലേ? നമ്മളൊരു ശരീരത്തെക്കുറിച്ച് എപ്പോഴും ഞാൻ പെണ്ണാണ് അതുകൊണ്ട് എനിക്ക് പ്രശ്നമുണ്ട് അങ്ങനെ വിചാരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അപ്പം അങ്ങനെയല്ലല്ലോ അതിനെ കാണേണ്ടത്. നമുക്ക് സ്വാഭാവികമായിട്ട് ജോലി ചെയ്യാനും സമാധാനത്തിൽ ജീവിക്കാനും ഒക്കെയുള്ള സ്പേസുകൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിന് ത്രെട്ടാകുന്ന ഒരു ആളുകളും അവസ്ഥകളും എന്താണെന്നുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്നൊരു പ്രശ്നത്തെ തന്നെ അക്നോളജ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല. അതെ, അവിടെ തന്നെ പിന്നെ നമുക്ക് എന്ത് സൊല്യൂഷനാണ് അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റുക. അപ്പോൾ ആദ്യം പ്രശ്നമുണ്ടെന്ന് അതിനകത്തുള്ളവരും അഡ്മിറ്റ് ചെയ്യണം, ഇതിനെല്ലാം മോണിറ്റർ ചെയ്യുന്ന സംവിധാനങ്ങൾ അഡ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ആ പ്രശ്നത്തെ കേൾക്കണം, ആ പ്രശ്നത്തിന് പരിഹരിക്കാനുള്ള അടുത്ത നടപടികൾ ഉണ്ടാവണം. അപ്പോഴാണ് നമ്മളൊരു എന്താ പറയുക വ്യവസ്ഥ ഉണ്ടാവുള്ളൂ, നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ആദ്യമേ തന്നെ ഉണ്ടാവുന്നത് തന്നെ പ്രശ്നമില്ല എന്ന് പറയിപ്പിക്കലുമാണ്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് പ്രശ്നമുണ്ടോ, ഞാൻ അതിനെങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതല്ല ഇതിൻ്റെ അകത്തെ സംഗതികൾ. പ്രശ്നം ഉണ്ടാവും. അല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് മറ്റു കുട്ടികൾ
അത് വേറെ ഒന്നെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ പോകുന്നത് എന്തോ പെനിട്രൽ സെക്സ് എന്നുള്ളതാണ്. അല്ല, നിങ്ങളൊരു ഗസ്റ്റർ, നിങ്ങളൊരു ടോണ്, നിങ്ങളെ ബോഡി ലാംഗ്വേജ്, ഇത് എല്ലാം ഹറാസ്മെൻ്റാണ്. അപ്പോൾ 14 സെക്കൻഡ് തറച്ചു നോക്കുന്നത് ഒഫൻസ് ആണെന്ന് പറയേണ്ടി വരുന്ന ഒരു സമൂഹത്തിൽ നമ്മളിതിങ്ങനെ ഓരോന്നും നിങ്ങളിങ്ങനെ പറയുന്നത്, നിങ്ങളിങ്ങനെ നോക്കുന്നത്, ഈ കാണിക്കുന്നത് എല്ലാം ഇതിൽ വരുമെന്ന് നമുക്ക് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ സ്വയം നവീകരിക്കാനും അതിൽ നിന്നും മറികടക്കാനും ഒക്കെ ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട്. ഇപ്പം ഈ അന്ന് അമ്മയുടെ പ്രസ് മീറ്റ് നടന്ന സമയത്ത് നടി ജോമോൾ നടത്തിയൊരു പ്രസ്താവനയും വലിയ വിവാദമായിട്ടുണ്ട്. എൻ്റെ കഥകിൽ ആരും മുട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് പറയാനാവില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ ഒരു സംഗതി കണ്ടിട്ടില്ല അല്ലെങ്കിൽ എനിക്കുണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒറ്റ സ്ത്രീകൾക്കും അതുണ്ടായില്ല എന്ന്. ഒന്നല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ നമ്മളെ ചരിത്രത്തെ ഒന്ന് നോക്കണം. ഫിലിം ഇൻഡസ്ട്രി, കേരളത്തിൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിലെങ്കിലും എങ്ങനെയാണ് സ്ത്രീകൾ ട്രീറ്റ് ചെയ്യപ്പെട്ടത്? ഞാൻ പറഞ്ഞ ഇവർ വെറും നമ്മളെന്താ പറയണ്ടേ, പരദൂഷണം പറഞ്ഞിരിക്കുന്ന ഒരു സമയം പോലും ഉണ്ടാവുമല്ലോ. നമ്മൾ അങ്ങനെയുള്ളൊരു ചെറിയ വൃത്തത്തിനകത്ത് പോലും പരസ്പരം ആളുകൾ പലതും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ വരുന്ന ചില തെകിട്ടലുകളുണ്ട്. അങ്ങനെ പോലും അവർക്ക് കേൾക്കേണ്ടി അല്ല അറിയേണ്ടി വന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ ഒരു കണക്കിന് ഞാൻ വിചാരിക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് അതാണ്. ഈ പെൺകുട്ടികളെല്ലാവരും, സ്ത്രീകളെല്ലാവരും പറയുന്നത് അതാണ്. ജോമോളുടെ വ്യക്തിപരമായ ഒരു അനുഭവം, അവരെ കൊളീഗ്സിനൊക്കെ ഉണ്ടാകുന്ന വ്യക്തിപരമായ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആ അവസ്ഥയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് അവർക്കുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യണം. നിങ്ങൾക്കില്ലായിരുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. വ്യക്തിപരമായ ഒരു അനുഭവം നമുക്ക് നിഷേധിക്കാനൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം എടുക്കാൻ അല്ലെങ്കിൽ നിലപാട് അറിയിക്കാൻ വേണ്ടി പലരെയും വിളിച്ച സമയത്ത് നിലപാട് പറയാൻ മടിക്കുന്ന ഒരു കാഴ്ചയും കൂടി കണ്ടിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഒരു പവർ ഹൗസിനെയോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമെന്നുള്ളൊരു സംഭവം മനസ്സിൽ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഭയം കൊണ്ടായിരിക്കും ഈ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്താൻ പലരും മടിക്കുന്നത്? ഉറപ്പല്ലേ? കാരണം പാർവതി തന്നെ അത്തരത്തിലുള്ള ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള മെന്റൽ എബിലിറ്റിയും സ്ട്രെങ്ത്തും ഒക്കെ എടുത്തിട്ട് ഒരാളുടെ അനുഭവം പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലെന്ന് കുടുംബത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ തന്നെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് നമ്മളാണ് ഇതിൻ്റെ മാനാഭിമാനങ്ങൾ നോക്കേണ്ടവർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ മാനം കാക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ നല്ല നടപ്പിന് ജാമ്യം കെട്ടിക്കലും നമ്മളെയാണ് അത് പറയുന്നത്. പിന്നെ സഹിക്കുക. അപ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ സെക്ഷൽ ഫേവർ കൊടുക്കുന്നതിൽ മാത്രമല്ല, അവിടെ ഉണ്ടാകുന്ന എല്ലാതരം അനിഷ്ട സംഭവങ്ങളെയും കണ്ടില്ല എന്ന് വെക്കണമെന്നുണ്ട്, എല്ലാതരം വിവേചനങ്ങളെയും കണ്ടില്ല വെക്കണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന കാര്യമാണ്. പക്ഷേ ഇതിന് നമ്മളൊരു തൊഴിലിടങ്ങളിൽ സ്ത്രീകളോട് അങ്ങനെ പെരുമാറി വളരെ സ്വാഭാവിക നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ആളുകൾക്ക്, പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് ഈ ഒരു ആധിപത്യ ബോധമാണ് ശരി എന്ന് വിചാരിക്കുകയും പെണ്ണുങ്ങളോട് അങ്ങനെ പെരുമാറുന്നതാണ് ശരി എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന പുരുഷ സമൂഹമാണ് അധികവും, പെണ്ണും. അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും ഇതിൻ്റെയൊക്കെ മാനേജേഴ്സായി മാറുന്നത്. അപ്പോൾ നമ്മൾ അവരെ പ്രതിസ്ഥാനത്ത് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളിൽ പെട്ടെടുക്കുന്ന മനുഷ്യന്മാരെ നമ്മളിത് ബോധ്യപ്പെടുത്തിയെടുക്കണം എന്നുള്ളത് വലിയൊരു പണിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു ഭരണഘടനാ മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് ഈ പണിയെടുക്കേണ്ട, ഇത്തരത്തിലുള്ള വിവേചനങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾക്കാണ് ഒരു ഭരണഘടനാ മൂല്യങ്ങളുണ്ടാകുന്നത്. അതിൽ ഉറച്ചു നിന്ന് പണിയെടുക്കേണ്ട ഗവൺമെൻറ് സ്ഥാപനങ്ങളും ആ പണി ചെയ്യുന്നില്ല എന്ന് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പവർ ഹൗസുകൾക്കും ഇത്തരത്തിലുള്ള പവർ സ്ട്രക്ചറും എല്ലാ തോന്നിയാസം ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അധികാരമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നത്. അവിടെയാണ് നമുക്ക് കിട്ടുന്ന വലിയൊരു സെറ്റ് ബാക്സ്. അപ്പോൾ നമ്മളിപ്പോൾ അതിനെയും കൂടിയാണ്. ഇപ്പോൾ പവർ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം സിനിമയ്ക്കകത്തെ മൂലധനം കൈയാളുന്ന മനുഷ്യന്മാരെ മാത്രമല്ല, ഇത്തരത്തിലുള്ള റോങ് പ്രാക്ടീസസ് അല്ലെങ്കിൽ ഡേർട്ടി ഗെയിംസ് കളിക്കാൻ തക്ക ശേഷി ഉണ്ടാക്കി കൊടുക്കുന്ന വേറൊരു സംവിധാനമുണ്ട്, ഭരണം എന്ന് പറഞ്ഞാൽ. അവരെയും കൂടെ നമ്മൾ ചാലഞ്ച് ചെയ്യേണ്ടിയിരിക്കും. നിസ്സാരമല്ല നമ്മൾ ഏറ്റെടുക്കുന്ന പണികൾ. അതിൽ നമ്മൾ വളരെ കുറച്ച് ആളുകളാണ്. ആ കുറച്ച് ആളുകളെ പിന്നെയും സ്ലക്ഷയും ചെയ്തും തെറി വിളിച്ചും അല്ലേ, എല്ലാ കുട്ടികളെയും ആ പേജിലൊക്കെ ഒന്ന് പോയി നോക്കൂ. അപ്പം നമ്മൾ എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള വികാസം എന്താണ്, ബോധം എന്താണ്, രാഷ്ട്രീയമായ അവബോധം എന്താണ്, ലിംഗനീതിയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ കുറേയും കൂടി ഇതിനെ ഓവർകം ചെയ്യാനുള്ള വ്യക്തിപരമായ രീതിയിൽ ആർജിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ മേൽ വന്നു പോകുന്നു.
ഇപ്പം ഈ പറഞ്ഞ റോങ് പ്രാക്ടീസസും ഡേർട്ടി ഗെയിംസും ഒക്കെ ഏതാണ്ട് മലയാള സിനിമയുടെ ആദ്യ കാലങ്ങളിൽ മുതലേ ഉണ്ട്. അന്നുണ്ടായ ആ വിഷയങ്ങൾ പോലും പലരും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആത്മകഥയായിട്ടും മറ്റുമാണ് നമ്മൾ പുറത്തറിഞ്ഞത്. ലളിതാമ്മയുടെ കാര്യം തന്നെ ഉദാഹരണമായിട്ട് പറയാം. അമ്മ എഴുതിയിട്ടുണ്ട്, അമ്മയ്ക്ക് നേരിട്ട് കുറെ അനുഭവങ്ങളെ കുറിച്ചിട്ടെല്ലാം ഉണ്ട്. ഇതേപോലെ തന്നെയാണ് ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന കുറെ അനുഭവങ്ങളും ഏതാണ്ട് 2000-ങ്ങളിൽ നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യുന്നതും മറ്റും അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് പറയാൻ നിങ്ങൾക്കൊന്നും കഴിഞ്ഞില്ലേ, പിന്നീട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണോ ഇതൊക്കെ സംഭവിച്ചു, അതിനുശേഷവും സിനിമകളെല്ലാം ചെയ്തിട്ടാണോ നിങ്ങൾ ഇതൊക്കെ തുറന്നു പറയുന്നേ എന്നുള്ള രീതിയിലാണ്. ഒരിക്കൽ നമ്മൾ ഇതിനെ ഡൈജസ്റ്റ് ചെയ്ത് ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരാനൊരു സമയമെടുക്കും. ഇതിൻ്റെ ഇത് ഈ പറയുമ്പോഴുള്ള എനിക്ക് ശരിക്കും പറഞ്ഞത് കേൾക്കുമ്പോൾ ട്രിഗർ ചെയ്യുന്നത് വയലൻസ് ആണ്. ഇനി എന്താ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് അക്നോളേജ് ചെയ്യാൻ തയ്യാറല്ല. ഫസ്റ്റ് ഫേസിൽ തന്നെ ഒരു സ്ത്രീയോട് അങ്ങനെ ബിഹേവ് ചെയ്തുകൂടാ, അങ്ങനെ ഇടപെട്ടുകൂടാ എന്നുള്ളൊരു ബോധം ഇവർക്കില്ല. അവരെപ്പോഴും പറയുന്നത് അന്ന് കൂവായിരുന്നില്ലേ, കരയായിരുന്നില്ലേ, ഓടായിരുന്നില്ലേ. കോടതി തന്നെ അത് ചോദിച്ചിട്ടുള്ളതാണ്. ആ കുട്ടിയെ ബാലവേശ്യ, ഞാൻ പറഞ്ഞ വെച്ചാൽ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുള്ള ആ കുട്ടീനെ ഇവിടുത്തെ സമൂഹം ബാലവേശ്യ എന്ന് വിളിക്കുകയും കോടതി തന്നെ കരയാമായിരുന്നില്ല എന്ന് പറയുന്ന ഇത്തരത്തിലുള്ളൊരു റേപ്പ് കൾച്ചർ എന്ന് തന്നെ പറയണം. ഉള്ളൊരിടത്തിലാണ് നമ്മളെ പിള്ളേരുകൾ ഇതൊക്കെ കണ്ട വലുതാണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് നമ്മളെ തന്നെ പ്രഷറിൽ നിർത്തുകയും നമ്മളെ എക്സിസ്റ്റൻസിൽ കൺഫ്യൂസ്ഡ് ആവുകയും അയ്യോ ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നാണോ, അതാണ് ഞാൻ പറഞ്ഞത്. അവസാനം വിക്ടിം തന്നെ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇനി അതൊന്നും പറ്റില്ല എന്നുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി ഒന്നും പോകാനില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇനി നമ്മളെയല്ല പഠിപ്പിക്കേണ്ടത്. എന്തൊക്കെയോ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, മാറാനുണ്ട്. അത് നിങ്ങളൊന്ന് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുമോ, ഒന്ന് അനാലിസിസ് ചെയ്യുമോ എന്നാണ് ഇപ്പോൾ പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇവരെല്ലാം തൂക്കിലേറ്റുമെന്നൊന്നും ഒരു പെൺകുട്ടി ഇവിടെ ഇരുന്ന് പറയുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾക്കൊന്ന് മനസ്സമാധാനത്തിൽ ഈ ഭൂമിയിൽ ഇറങ്ങി നടക്കണം, പണിയെടുക്കണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതെല്ലാം നിങ്ങളെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുകയാണെങ്കിൽ പിന്നെയും പഴയ സമൂഹം പോലെ നമ്മളെയൊക്കെ ഇനി ശരി ഇവർ പ്രശ്നമാണ്, അപ്പോൾ ശരി ഇനി ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട. അപ്പോൾ ഈ തിട്ടൂരങ്ങളെല്ലാം വരുന്നത് വളരെ റിഗ്രസീവായ സമൂഹത്തിലേക്കും അവസാനം പെണ്ണ് എന്ന് പറയുന്നതിൻ്റെ ഭ്രൂണഹത്യയിലേക്ക് തന്നെ. അതിനൊന്നും ഇപ്പം നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും മിണ്ടുന്നുണ്ടോ? ഇല്ല. സ്ത്രീകൾ ഇവിടെയാണ് ഭാഗ്യത്തിന് ഇപ്പോഴും റേഷ്യോ നോക്കുമ്പോൾ കേരളത്തിലാണ് അത്തരം പെൺഭ്രൂണ ഹത്യകൾ ഇല്ലാത്തത്. പക്ഷേ മൊത്തം ഇന്ത്യൻ സീനാറികൾ എടുത്ത് നോക്കുമ്പോഴും ആ സംഗതികൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു എക്സിസ്റ്റൻസിനെ എപ്പോഴും ഇവർക്ക് മനുഷ്യൻ്റെ കാറ്റഗറിയിൽ, ഞാനിങ്ങനെ പണ്ട് വായിച്ചൊരു കാര്യമാണ്, 6-ാം നൂറ്റാണ്ടിൽ 3-6 നൂറ്റാണ്ടിലുള്ള ഒരു കാലഘട്ടത്തിൽ ജൂത പുരോഹിതന്മാർ ഇവർക്ക് സ്ത്രീകളെ പെണ്ണായി കാണാൻ പറ്റൂല. അപ്പോൾ അവർ വിചാരിക്കുന്നത് എങ്ങനെയാണ്, ഇവർ വിച്ചാണോ ഡിമണാണോ, അങ്ങനെയാണ് മന്ത്രവാദിനികളിലോ അല്ലെങ്കിൽ പിശാചികളോ എന്നുള്ള രീതിയിൽ പെടുത്തണം എന്നാണ് ഇവർ ആലോചിക്കുന്നത്. പിന്നെ ഒരു കോൺട്രാഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ആലോചിക്കുന്ന ആൺവർഗത്തിന് തന്നെ നമുക്കൊക്കെ വേണ്ടിയിട്ട് ഭൂമിയിലാകെയുള്ളത് ചാസ്റ്റിറ്റി ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ വിച്ച് ഹണ്ട് നടത്തി ഇനിയിപ്പോൾ ഇവർക്ക് എന്തായാലും ബെൽറ്റ് ഇടട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. വളരെ അല്ല, ഞാൻ അത്രയും ഇത് ഭയങ്കര പ്രൊവോക്കിംഗ് ആയിരിക്കും. പക്ഷെ എന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങൾ ഹിസ്റ്ററീനെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതെന്താ പറയണ്ടേ, അത്രയ്ക്കും ഭീതി ജനിപ്പിക്കുന്ന വിധത്തിൽ സ്ത്രീകളെ ട്രീറ്റ് ചെയ്ത് ഇന്ന് അതിൻ്റെ അധിക ഭാരം നിങ്ങൾക്ക് തന്നെ വന്നു പെടുകയാണ്, തിരിച്ചടിക്കുകയാണ്, ഹിസ്റ്ററി തിരിച്ചടിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊന്നും ഒരു സ്പേസിൽ തന്നെ ഇനി എന്നും വേണം, തിരിച്ച് നടക്കാൻ പറ്റില്ല. പെൺഭ്രൂണ ഹത്യയിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ സമൂഹത്തിൻ്റെ മനോഭാവം ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല. കാരണം നല്ല ബുദ്ധിയും ബോധവും ശേഷിയുള്ള പെണ്ണുങ്ങളുടെ ഒരു ലോകം വന്നുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ മാറി തന്നെ വേണം. ഈ അടുത്ത് മറ്റൊരു അഭിനേത്രിയോട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കേണ്ടായി. അപ്പം അവർ പറഞ്ഞത് പല വ്യാജ പരാതികളും അതും പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നവർ പറഞ്ഞിരുന്നു. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച പല കേസുകളും ഉണ്ട്. അതിൽ ഇപ്രകാരമാണ്, അതായത് നല്ല ഈ ഇരയും വേട്ടക്കാരനും നല്ല സൗഹൃദത്തിലായിരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ എല്ലാ ബന്ധങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. പിന്നീട് ചെറിയൊരു ഇഷ്യൂവിൻ്റെ പേരിൽ തെറ്റിപ്പിരിഞ്ഞ ശേഷം അയാൾ എന്നെ പീഡിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് എനിക്കിങ്ങനെ ഇത്രയും ഒരു ഹരാസ്മെൻറ്റ് നേരിട്ടു എന്ന് പറയുന്നതിൽ എന്ത് ശരിയാണുള്ളതെന്നാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം ഇത്തരത്തിൽ നടക്കുന്ന വ്യാജ പരാതികളെയും അന്വേഷിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ എത്രത്തോളം കഴമ്പുണ്ട്, എത്രത്തോളം അത് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. കാരണം എന്തെങ്കിലും ഒരു വളരെ ഗൗരവമായിട്ടുള്ള
ഒരു പ്രശ്നം മുന്നിലേക്ക് വരുമ്പോൾ ഇതിനൊരു കൗണ്ടർ ത്രെട്ട് ഉണ്ടാക്കുക എന്നുള്ളത്, ഇങ്ങനെ അതിൻ്റെ കാതലായ ഒരു പ്രശ്നത്തെ അട്ടിമറിക്കാനുള്ള ഒരു കൗണ്ടർ സംഗതികളെ പൊക്കിക്കൊണ്ടുവരിക എന്നുള്ളത്. ഇവിടെ നമ്മൾ പറയുന്നത് 1-to-1 റിലേഷൻഷിപ്പിൽ ഉള്ള പ്രശ്നങ്ങളെ കുറിച്ചല്ല. വർക്ക് സ്പേസിൽ എത്തുമ്പോൾ അതിപ്പോൾ പ്രീ പ്രൊഡക്ഷൻ മുതലേ തന്നെ. അപ്പോൾ നമ്മൾ എല്ലാ മേഖലയിലും ചില കാര്യങ്ങളുണ്ട്, ചില ഒരു മോറൽ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തിൽ നിങ്ങളാണ് പവർ സ്ട്രക്ചറിൽ ഹയറാർക്കിയിൽ നിങ്ങളാണ് മേലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ കൂട്ടായ്മയിലുള്ള ആളുകളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് താഴെ നിൽക്കുന്ന ആളുകളല്ല, മേലെ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അത് എല്ലാ സംവിധാനങ്ങളും അത് അങ്ങനെ ഒരു നിങ്ങൾ ഒരേ സ്ഥലത്ത് ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലവേഴ്സ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലുള്ളവരുണ്ടെങ്കിലൊക്കെ ആ കൂട്ടായ്മയ്ക്കകത്ത് അത് പരസ്പരം അത് അഡ്മിറ്റ് ചെയ്യണമെന്നും അത് മേലധികാരികൾക്ക് പോലും അറിവുണ്ടാവണം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കെയോസ് ഒഴിവാക്കാനാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ അത്തരം പരിഷ്കരിച്ചൊരു സമൂഹമൊന്നും അല്ല നമ്മളുടേത്. പക്ഷേ ഈ 1-to-1 റിലേഷൻഷിപ്പ് ഉണ്ടാവും, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. ഇവിടെ നമ്മൾ ഉന്നയിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ അല്ല. ജോലിയിടത്തിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ജോലിക്ക് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോകുമ്പോഴും ഉള്ള പ്രശ്നങ്ങളാണ്. അതല്ലാതെ ഈ കൗണ്ടർ പോയിന്റുകൾ കൗണ്ടർ നെറേറ്റീവ്സ് കൊണ്ടുവന്ന് ഇതിനെ മുഴുവനും ഇൻവാലിഡേറ്റ് ചെയ്യാനുള്ള നെറേറ്റീവ്സ് വരും എന്നുള്ളതൊക്കെ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെ അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഈ മാനിപ്പുലേറ്റഡ് ഗ്യാസ് ലൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത് നിലനിൽക്കുന്ന ഒരു ലോകം തന്നെയാണിത്. അത് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കരുതെന്ന് തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ കൗണ്ടർ നെറേറ്റീവ്സ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയില്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ. ഞാനിപ്പോൾ അത് പേടിക്കുന്നുണ്ട്. ഇനി അത് അങ്ങനെയും കുറച്ച് തപ്പിയെടുത്ത് തന്നെ വരും. കാരണം ഇവർക്കിപ്പോഴും ഇത് അക്നോളേജ് ചെയ്യാൻ താല്പര്യമില്ല. മറിച്ച് ഈ കൗണ്ടർ നെറേറ്റീവ്സ് ഉണ്ടാക്കിയിട്ട് മൊത്തം പെണ്ണുങ്ങൾ പറയുന്ന അവരുടെ ട്രോമകളെല്ലാം ഇൻവാലിഡേറ്റ് ചെയ്യാന്നുള്ള കാര്യത്തിലേക്കൊക്കെ പോകുമായിരിക്കും. എന്തായാലും നമ്മൾ വർക്ക് സ്പേസിനകത്തെ കാര്യങ്ങൾ, അതിന് വേണ്ടുന്ന മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാവേണ്ട മര്യാദകൾ, സ്ത്രീക്ക് കൊടുക്കേണ്ട ഡിഗ്നിറ്റി, തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ഡിഗ്നിറ്റി, ഇതൊരു ലാർജർ നെറേറ്റീവിലാണ് ഞാൻ അല്ലെങ്കിൽ WCC കാണുന്നത്. ഇതിനകത്ത് ആണും പെണ്ണും തമ്മിൽ മിണ്ടാൻ പാടില്ല, അവർ തമ്മിലുണ്ടാകുന്ന ഫ്ലിങ്സ് ഓർ വട്ടെവർ ഇത് ഒന്നും പാടില്ല എന്ന് പറയുന്ന ആളുകളൊന്നും അല്ല. സെക്സ് ഉണ്ടാവാൻ പാടില്ല, ഇതൊന്നും അല്ല നമ്മളെ കൺസേൺസ്. അതെല്ലാം അവർക്ക് ഉള്ളിൽ ഇഷ്ടമാണെങ്കിൽ, പക്ഷേ ഇത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നതാണോ, ഗ്യാസ് ലൈറ്റിംഗ് ആണോ, നിങ്ങൾ എന്തെങ്കിലും ഓഫർ വെച്ചിട്ടാണോ എന്നുള്ളതൊക്കെ വിഷയമാണ്. ആ രീതിയിൽ ഒരു സമ്മർദ്ദം ചെലുത്തി അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കിടപ്പറ വരെ എത്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കണം. അതല്ലാതെ വേറെ നെറേറ്റീവ്സ് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഈ WCCക്ക് അല്ലെങ്കിൽ ഇന്റേണൽ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റിക്ക് തന്നെ രൂപം കൊള്ളേണ്ടി വന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ്. ഇന്നും ആ കേസ് എങ്ങും എത്താതെ നിൽക്കുകയാണ്. അപ്പം ഇപ്പം ഇത്രയും വിവരങ്ങൾ പുറത്തു വരുന്നു, ഓരോരോ പേരുകളായിട്ട് പുറത്തു വരുന്നു, ഓരോരോ സ്ഥാനങ്ങളായിട്ട് ഒഴിഞ്ഞു പോകുന്നു. ഇനിയും എത്രത്തോളം കാലം എടുക്കും ആ ഒരു വിഷയത്തിൽ ആ ഒരു വ്യക്തിക്ക് ഒരു നീതി കിട്ടാനായിട്ട്? ആ കേസിൽ തന്നെ എന്തുമാത്രം അട്ടിമറികൾ നടക്കുന്നുണ്ട്. അവരാവശ്യപ്പെടുന്ന രീതിയിലൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ കോടതിയുടെ അകത്ത് ഇരിക്കുന്ന തെളിവുകൾ പോലും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. നമ്മൾ ഇതിൻ്റെ ലീഗൽ ഇഷ്യൂസിനെ മുഴുവനും പഠിച്ചിട്ട് വർത്തമാനം പറയാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ നമുക്ക് പത്രങ്ങളിൽ നിന്ന് കിട്ടുന്നതും അവർ നേരിട്ട് പോയി അവർക്ക് ഈ കോൺഫിഡൻസ് ഇല്ല, കോടതിയുടെ നടപടിയിൽ തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്കതേ എനിക്കും അതേ പറ്റുള്ളൂ. നമ്മൾ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട് അതിജീവിതയ്ക്ക് ഒപ്പാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു സിസ്റ്റം, ഒരു കോടതി അടങ്ങുന്ന ഈ വലിയൊരു സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് അട്ടിമറിക്കപ്പെടാതെയും അത് കേസൊക്കെ വളരെ ജെന്യുവിനായിട്ടും നടക്കണം എന്നുള്ളത് അവരും കൂടി തീരുമാനിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു, ഈ പവർ പൊളിറ്റിക്സിനകത്തും മൂലധനത്തിൻ്റെ ഒരുപാട് കളികൾക്കകത്തും എന്തുകൊണ്ടാണ് ഇത്തരം നീതി നിഷേധങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ അത് അത്രയും ഡേർട്ടി ഗെയിമുകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ അത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്ന് പറഞ്ഞാൽ വളരെ അപഹാസ്യരായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. അതിലൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഒന്നും നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ഈ മണി എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് ഇവരൊക്കെ കൈയാളുന്നത് കൊണ്ടു നടക്കുന്നത്, അതിൻ്റെ ഭയം തന്നെയാണ്, വേറെ ഒന്നുമില്ല.
കാശുള്ളവരെ എന്താണ് താടിയുള്ളപ്പനെ പേടിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ കാശുള്ളവരെ മുഴുവൻ റെസ്പെക്റ്റ് ചെയ്യുക. ആ കാശ് എങ്ങനെ വരുന്നതാണെങ്കിലും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്ത് ഈ ചാനൽസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി കൊണ്ടും കൊടുത്തും ഒക്കെയാണ് ഇവർ നിലനിൽക്കുന്നത്. അതിനകത്ത് വരുന്ന നമ്മളേതുപോലെ ബുദ്ധിമുട്ടുള്ളവർ മാറി നിൽക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്യൂ, ഇതാണ് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അടിയന്തര ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കണം. എങ്കിലും ഈ പുറത്തു വന്ന റിപ്പോർട്ടുകളും അതിന് പിന്നാലെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളും എല്ലാം ഒരു മാറ്റം കൊണ്ടുവരുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ, നമുക്ക് അതല്ലേ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. കാരണം മാറ്റങ്ങളൊന്നും ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല, അത് എത്രയോ വർഷത്തെ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ നോക്കുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞ് പഴയകാല നടിമാരുടെ ആത്മഹത്യകൾ, മരണങ്ങൾ, ഇതുപോലെ ഓരോരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു അല്ലേ. ഇപ്പോൾ ലേഖയുടെ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ഒരു നടിയുടെ ജീവിതത്തെ ആസ്പദമാക്കി തന്നെ എടുത്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടും കൂടിയായിരിക്കും ഈ ഫൈറ്റുകളൊക്കെ. അത് നമ്മൾ മൺമറിഞ്ഞു പോയ ഈ യാതനകളും ഈ പ്രശ്നങ്ങളും എല്ലാം സഹിക്കാൻ പറ്റാതെ സ്വയം ഒടുങ്ങിയ സ്ത്രീകൾക്കും കൂടി വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ഇനി വരാനിരിക്കുന്ന സ്ത്രീകൾക്കും കൂടി വേണ്ടിയാണ്. അതുമാത്രമല്ല, ഒപ്രസ്ഡായി പോകുന്ന എല്ലാ മനുഷ്യർക്കും. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന കാര്യം, ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പേരും പെരുമയും ഇല്ലാത്ത പുരുഷ സുഹൃത്തുക്കൾ, കൊളീഗ്സ് എന്ന് പറയുമ്പോൾ അവരും കൂടി അടങ്ങിയതാണ്. അവർ വ്യക്തിപരമായിട്ട് നമുക്ക് മെസ്സേജ് ഇടുകയാണ്, ബ്രാവോ പറഞ്ഞുകൊണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങളേതുപോലെയുള്ള ആളുകൾ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവർ പാവങ്ങൾ, അവർക്ക് ഈ സെക്ഷൽ അബ്യൂസ് പറയാനും പറ്റില്ല, കൂലി കിട്ടിയെന്നും പറയാൻ പറ്റില്ല, അതില്ലല്ലോ. എന്ന് വെച്ചാൽ സെക്സ് എന്ന് പറയുന്നത് പുരുഷൻ്റെ ടൂളാണ്, അവനെടുത്ത് പെരുമാറാനുള്ളതാണ്. അപ്പോൾ ഇവരിത് പറഞ്ഞ് അപഹാസ്യരാവാന്നുള്ളത് അപ്പം അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് ഒന്നല്ലെങ്കിൽ നമ്മളെ കണ്ട് പഠിക്കുകയെ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, നിങ്ങളൊരു ശരീരം ഉണ്ട് എന്നും പറഞ്ഞ് നമ്മളെടുത്തിരിക്കുന്നതിലും പണിയെടുക്കുന്നതിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പം അതുകൊണ്ട് ഞങ്ങൾ പ്രിവിലേജാണ്, ഞങ്ങളുടെ ബോഡിയുടെ നേച്ചർ. നോ, ബോഡിയുടെ നേച്ചറാണ്, രാസപ്രക്രിയയാണെന്നൊന്നും പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ പല പ്രോസസ്സും ഞങ്ങളിൽ എൻഡോഴ്സ് ചെയ്യപ്പെട്ട പ്രിവിലേജാണ്. ആരെയും കയറി പിടിക്കാമെന്നുള്ളത്, ആരെയും ചവിട്ടിക്കൊല്ലാം എന്നുള്ളതെന്നൊക്കെ ഉള്ള ആ നാട്യങ്ങളിൽ, ആ ഒരു നടത്തിപ്പുകളിൽ നിന്ന് മനുഷ്യ സമൂഹം മാറിയത് ഇങ്ങനെ സ്വയം നവീകരിച്ചിട്ടും കൂടിയാണ്. അവർക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. അതായത് അങ്ങനെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ ചെയ്തുകൂടാ. അതിന് വേണ്ടുന്ന നിയമങ്ങൾ, അത്രയ്ക്കും സഫർ ചെയ്യുന്ന മനുഷ്യർക്ക് വേണ്ടുന്ന നിയമങ്ങൾ, സാമൂഹ്യ ഘടനകളൊക്കെ പതുക്കെ ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഇതൊക്കെ പഠിച്ചെടുത്തത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ ചില നടപ്പ് ശീലങ്ങൾ സ്വയം ശീലിക്കണം. അപ്പോൾ എനിക്ക് അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നത്. കാരണം ഇത് പെണ്ണുങ്ങളുടെ മാത്രം ഒരു വിജയമായിട്ടോ അല്ലെങ്കിൽ അവരുടെ മാത്രം ഒരു ആശ്വാസമായിട്ടല്ല നിൽക്കുന്നത്. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വോയിസ്ലെസ് ആയിട്ടുള്ള പുരുഷന്മാർ പോലും ഇത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒരു തൊഴിൽ ഘടന എന്നുള്ള രീതിയിൽ ഒരു സിസ്റ്റമൊക്കെ കൊണ്ട് സ്ട്രക്ചറൊക്കെ ഉണ്ടായി വരുമ്പോൾ അതായിരിക്കും ഒരു ഫിലിം ഫ്രട്ടേണിറ്റിക്ക് അകത്ത് എന്ന് പറയും നടക്കാൻ പോകുന്ന ഒരു നല്ല കാര്യങ്ങൾ. അപ്പൊ ഈ സംഘടന, അമ്മ എന്ന് പറയുന്ന സംഘടന ഉണ്ടല്ലോ, അതിനകത്ത് തന്നെ ഇപ്പം 2 വാദങ്ങൾ വരുന്നുണ്ട്. അപ്പം ആ ഒരു സംഘടന ഇനി നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാവണം എന്നാണ് വിശ്വസിക്കുന്നത്? അതുപോലെ തന്നെ ആ സംഘടന കൊണ്ട് ഇനി എന്തൊക്കെ ഒരു ഗുണം നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ്? ഒന്ന് ആ സംഘടന എന്ന് പറയുന്നത് അതിനകത്ത് ആക്ടേഴ്സിൻ്റെ ഒരു സംഘടനയാണ്. അപ്പോൾ അവരുടെ അകത്ത് എന്തായിരിക്കും അവരുടെ അത് മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ അതിനൊരു അടിസ്ഥാന ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടാവും, അതിനൊരു നടപടിക്രമങ്ങളുണ്ടാവും, അതിൻ്റെ ഒരു ലോസ് ആൻഡ് ബൈലോസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയാണല്ലോ ഒരു സംഘടന പ്രവർത്തിക്കുക. അപ്പോൾ മെയിൻലി അത് ഒരു ക്ഷേമകാര്യം എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ആളുകൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ, ജോലിയിലൊരു സ്ഥിരത, ഇങ്ങനെയൊക്കെയാണ് ഒരു ഇതിപ്പോൾ യൂണിയൻ എന്ന് പറയാൻ പറ്റില്ല അവർക്ക്. അതിന് വേറെ ചില ഫെഫ്ക അല്ലെങ്കിൽ മാക്ട പോലുള്ളതുണ്ട്. പക്ഷേ എന്നാലും അഭിനേതാക്കളുടേതായിട്ടുള്ള ഒരു വെൽഫെയർ അസോസിയേഷൻ എന്ന് തന്നെയാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനകത്ത് 2 ലക്ഷം രൂപയൊക്കെ, അല്ലെങ്കിൽ തുടക്കകാലത്ത് എത്രയുണ്ടെന്ന് അറിയില്ല, ഇപ്പം അങ്ങനെ 2 ലക്ഷം എന്നൊക്കെ കേൾക്കുന്നു. അതൊക്കെ ഫൈൻ, അത് അവരുടെ ഡിസിഷൻസാണ്, അവരുടെ ജനറൽ ബോഡി കൂടിയൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളാണ്, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഇന്നലെ വരെ ഉള്ളൊരു സംഘടനയല്ല ഇന്നത്. കാരണം അതിനകത്ത് പൊട്ടിത്തെറി ഉണ്ടായി, കോൺഫ്ലിക്ട്സ് ഉണ്ടായി, 2 ഭിന്നിപ്പുണ്ടായി. അപ്പോൾ അതൊരു നല്ല പ്രോസസ്സാണ്. അതൊരു സംഘടന ഇതുവരെ പാലിക്കാത്ത ജനാധിപത്യ മര്യാദകളെ പാലിക്കാൻ അവർക്കുള്ളിൽ നിന്ന് ആവശ്യങ്ങൾ വരുന്നു, അത് നല്ലതല്ലേ.
ആ അർത്ഥത്തിൽ അതിന് കുറച്ചും കൂടി ഗൗരവമായിട്ട് സിനിമയ്ക്കകത്തെ വിഷയങ്ങളെ ഇനി നോക്കിക്കാണേണ്ടത് ഉണ്ട്. അവരുടെ അകത്ത് ഇരിക്കുന്ന പെൺപിള്ളേർ 10, 200, 300 ആളുകൾ അവർ കൂടെ ഉണ്ടെങ്കിൽ അവരെ വെൽഫെയർ എന്ന് പറയുന്നത് അവർക്ക് ജോലി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് രോഗം വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കുന്നത് മാത്രമാണോ, അതല്ല അവരുടെ അഭിമാനവും സുരക്ഷിതത്വവും ഒക്കെ മാനിച്ചുകൊണ്ട് ഒരു വർക്ക് സ്പേസ് ഉണ്ടാകേണ്ടതാണോ എന്നൊക്കെയുള്ള നല്ല ചർച്ചകൾ അതിനകത്ത് ഉണ്ടാവും. മലയാള സിനിമയിലെ വളരെ മുതിർന്നൊരു നടൻ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ഭയങ്കര അത് ഇത് എരിവും പുളിയൊക്കെ ഉള്ള വിഷയം, ഇത് എരിവും പുളിയുള്ള വിഷയമല്ലേ, അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, എങ്കിലല്ലേ ഒരു രസമുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ആരുടെയും കഥയിൽ തട്ടാനൊന്നും പോയിട്ടില്ല എന്ന് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ ആ ഒരു ഫണ്ണിയായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ നിസ്സാരവൽക്കരിച്ച് ഭയങ്കര ചിരിച്ചിട്ടാണ് ആ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തരത്തിൽ നിസ്സാരവൽക്കരിച്ച് കാണുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ ശരിക്കും തോന്നുന്നത്? കാരണം അതും എനിക്ക് തോന്നുന്നത് വെച്ചാൽ അദ്ദേഹമൊക്കെ വന്ന വഴികളും അദ്ദേഹം ഇന്നെത്തി നിൽക്കുന്ന വഴികളൊക്കെ ഇരിക്കുന്ന ഒരു വഴികളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഞാൻ വ്യക്തിപരമായിട്ട് അതാ പറയുന്നത്, അങ്ങനെ അത് ആ ഒരൊറ്റ പോയിന്റിൽ നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ എന്താണ് നിലപാടുകളെല്ലാം സ്ത്രീവിരുദ്ധമാണെന്നോ അല്ലെങ്കിൽ അതിനകത്ത് ഞാൻ പോലും കാണുന്നത് അതൊരു മോക്കറിയാണത്. പിന്നെ എല്ലാ കാലത്തും ഇത്തരം വിഷയങ്ങൾ അത്രയും ലാഘവത്തിൽ ഒരു മസാല സിനിമകളെ കാണിക്കുന്ന ലാഘവത്തിൽ തന്നെയാണ് ഇതൊക്കെ കാണിച്ചിരുന്നത്. എപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാവാൻ തുടങ്ങിയത് അല്ലേ? അപ്പം ഈ സ്ത്രീകൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ അത്രയും ലാഘവത്തിൽ തന്നെയാണ് ഈ സിസ്റ്റം ഡീൽ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കോർണർ ചെയ്യേണ്ട കാര്യമല്ല, ഇത്തരം കാര്യങ്ങളെ ഇന്ന് വരെ ഈ സിനിമ ഇൻഡസ്ട്രി ആണെങ്കിലും ഗവേണിംഗ് തലത്തിലൊക്കെ കണ്ടിരുന്ന രീതികൾ അത്രയും ഫണ്ണി ആയതുകൊണ്ടും കൂടിയായിരിക്കാം പുള്ളി അത് പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. അദ്ദേഹത്തെ പോലെ അത്രയും ഗൗരവം അറിയിക്കുന്ന, അതുമാത്രമല്ല വളരെ വിനയവും വളരെ കൃത്യമായി ചില കാര്യങ്ങളൊക്കെ പൊസിഷൻ പറഞ്ഞിരുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് നമുക്കുള്ള ഒരു എക്സ്പെക്റ്റേഷനാണത്. പക്ഷെ എല്ലായ്പ്പോഴും ഒരാൾക്ക് പൊസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പവർ സ്ട്രക്ചറിനകത്ത് തനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു നിസ്സഹായതയുടെയും കൂടെ റിഫ്ലക്ഷൻ ആയിരിക്കാം അത്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്, ആ ഒരു കമൻ്റ് അല്ല പ്രതീക്ഷിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു പലരും ഇത് ഈ കാണുന്നതേ ഈ പ്രശ്നങ്ങളിപ്പോൾ നമ്മളിപ്പോൾ അദ്ദേഹം മാത്രമല്ലല്ലോ, വേറെയും പല ആളുകൾ അതിനോട് റിയാക്ട് ചെയ്ത രീതികളെന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ കമ്മിറ്റി റിപ്പോർട്ടിനെയൊക്കെ അങ്ങനെയാണ് സമീപിക്കേണ്ടത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് എനിക്ക് അതിപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടില്ല, മനസ്സിലാക്കി പറയാം എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലല്ല വരുന്നത്. അതായത് നമുക്കൊക്കെ വേറെ പണിയുണ്ട്, നിങ്ങളിപ്പോൾ ഇതാണ് കൊണ്ടുവരുന്നത് ഞങ്ങളെ മുന്നിൽ എന്നുള്ളൊരു വളരെ നിസ്സാരമായിട്ട് തന്നെയാണ് അതിനൊക്കെ കാണുന്നത്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് നിസ്സാരമായി കാണേണ്ടതല്ല എന്ന് അവരെ നമ്മൾ പഠിപ്പിക്കുന്നത് അവരെ വായിൽ നിന്ന് വരുന്ന ഈ പ്രതികരണങ്ങളും കൂടെ വെച്ചിട്ടാണ്, അല്ലേ? അപ്പം അവരൊക്കെ പറയട്ടെ, അവരുള്ളിലിരിപ്പുകൾ പറയട്ടെ, അപ്പോഴാണ് നമുക്ക് അവരോട് തിരിച്ച് നോക്കൂ ഇത് അങ്ങനെയല്ല കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പം ഇതിനകത്ത് അത് മോശമാണോ ശരിയാണോ അതാണോ ഇതാണോ എന്ന് ചോദിക്കാൻ അതിലൊന്നും വലിയ കഥയില്ല. കാരണം ഇത് ഇത്രയ്ക്കും ഇവിടെ വരെ എത്തിക്കുന്നതിൽ തന്നെ ഈ കഥയില്ലായ്മകളല്ലേ ഉണ്ടായത്, അല്ലേ? അപ്പോൾ പിന്നെ എന്താ ഒരു വ്യക്തിനെ തന്നെ അങ്ങനെ അതിൽ കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു.